ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഡയറക്ടഡ് ബൈ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ. ഈ പടം ആക്ച്വലി ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. എക്സ്പെരിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷു എന്റർടൈൻമെന്റ് റിലീസ് ആയിട്ട് ഈ സിനിമ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഈ പടം അത്യാവശ്യം സീരിയസ് ആണ് കേട്ടോ. ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടും രണ്ട് പോളിലാണുള്ളത്. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഈ സറ്റയർ, പൊളിറ്റിക്കൽ സറ്റയർ, അത്യാവശ്യം തമാശകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രതീഷ് ബാലകൃഷ്ണൻ ടൈപ്പ് ഓഫ് തമാശകൾ ഉണ്ടല്ലോ, എന്നാത്താൻ കേസ് കൂടുക, ആ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അതിന്റെ തന്നെ ഒരു എക്സ്ട്രീം വേർഷനോ ഒക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സറ്റയറും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. എന്ന് വെച്ചാല് ചില കാര്യങ്ങൾ നമുക്ക് പൊട്ടും, ചില കാര്യങ്ങളൊന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹ്യൂമറും തമാശയും സറ്റയറൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് ഈ പടം കണക്ട് ആവില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ചില ആൾക്കാരൊക്കെ എണീറ്റ് പോകുന്നത് കണ്ടു. അത് ഈ ഒരു കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ എന്താണ് നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ കറണ്ട് അഫയറുമായിട്ട് അത്യാവശ്യം പത്രവും ന്യൂസൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും ഫസ്റ്റ് ഹാഫ്. ഇതിൽ നിന്ന് നേരെ കോൺട്രഡിക്ട് ചെയ്യുന്ന രീതിയിലാണ് എന്റെ സെക്കൻഡ് ഹാഫ് ഉള്ളത്. സെക്കൻഡ് ഹാഫ് ഈസ് ക്ലിയർലി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് ആണ്. എന്ന് വെച്ചാല് ഈ സാധാരണക്കാരും സിസ്റ്റവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണല്ലോ ഈ രതീഷ് പൊതുവാളിന്റെ സിനിമകളിൽ പൊതുവെ കാണുന്നത്. എന്നാത്താൻ കേസ് കൂടുന്ന എന്ന സിനിമ പോലും തമാശ പടമായിട്ടാണ് നമ്മളത് കാണുന്നെങ്കിൽ പോലും ഒരു ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനും ഇവിടുത്തെ സിസ്റ്റവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ആ പടം. പക്ഷെ ആ പടം കുറച്ചുകൂടി ലൈറ്റർ ആയിട്ട്, കുറച്ചുകൂടി വെർബൽ ഡയലോഗ്സിൽ കൂടി കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത്യാവശ്യം സ്പൂൺ ഫീഡിംഗ് ഒക്കെയുള്ള പടമാണ് എന്നാത്താൻ കേസോട്. പക്ഷെ ഈ പടത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സ്പൂൺ ഫീഡിങ് പരിപാടിയില്ല. കുറെ കാര്യങ്ങളൊക്കെ സബ്റ്റിലാണ്. അത് നമ്മളിങ്ങനെ കലക്കിയെടുക്കണം. നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തില്ലേ, ഇതൊരു ഡാർക്ക് ആയിട്ടുള്ള പടമാണ്. ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ നമ്മുടെ ഈ സിസ്റ്റത്തിൽ വല്ലാണ്ട് പ്രയാസപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അതായത് സൊസൈറ്റിയുടെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതിലെ നമ്മുടെ പോത്തന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ കുഞ്ചോക്കോ ബോബന്റെ കഥാപാത്രവും. അപ്പൊ ഇവരുടെ ഈ സ്ട്രഗിളും ഈ സിസ്റ്റം ഇവർ ട്രീറ്റ് ചെയ്യുന്ന ചില രീതിയൊക്കെ ഉണ്ട്. ഇതിലേക്കാണ് നമ്മുടെ സജിൻ ഗോപുവിന്റെ കഥാപാത്രം കയറി വരുന്നത്. സജിൻ ഗോപുവിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാലില്ല, ഇയാൾ ഈ പൈങ്കിളി സിനിമയില് കഥാപാത്രം ഉണ്ടല്ലോ, ആ ഒരു ഗുൽമോഹർ വാഗമരഫുണ്ട, ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് ഇയാള് തീരെ പുറത്തു വന്നിട്ടില്ല കേട്ടോ. അത് എനിക്കിത് പറയണം തോന്നിയ വെച്ചാല് അയാളുടെ ഒരു ഫിസിക്കും അയാളുടെ ഒരു ടാലന്റ് എല്ലാം കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലില്ലേ നമുക്ക് ഈ നടനെ ഒരിക്കലും മടുക്കില്ല. പക്ഷെ ഞാൻ പൈങ്കിളിയിൽ കണ്ട അതേ സജിൻ ഗോപുനെ തന്നെയാണ് ഈ ദുരൂഹ സാഹചര്യത്തിലും കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് മടുക്കും. ഇത് തന്നെയാണല്ലോ ഇയാൾ കഴിഞ്ഞ വർഷവും ചെയ്തത്, അങ്ങനെ ഒരു തോന്നലുണ്ടാകും. പക്ഷെ ഊക്കെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പൊ ആ പടത്തില് പൈങ്കിളിയിൽ ഈ ഗുൽമോഹർ ടീമിനാണല്ലോ ഊക്കിയത്, അതേ ഊക്ക് തന്നെയാണ് ഈ സിനിമയിൽ ഇയാൾ വാങ്ങുന്നത്. പക്ഷെ കുറച്ച് എന്താണ് എക്സ്ട്രീം വേർഷൻ ആയിപ്പോയി. അതായത് ഇയാളൊരു മാവോയിസ്റ്റ് ആയിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ സിനിമ വരുന്നത്. പക്ഷെ എന്നാലും ഒരു ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. സോ രണ്ട് തരത്തിലാണ്. പക്ഷെ അതിന്റെ ചില ഡയലോഗ്സ്, ചില മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഇത് പൈങ്കിളിയിലെ കഥാപാത്രം പോലെ ആയല്ലോ എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അറിയില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കുഞ്ചോക്കോ ബോബൻ അതുപോലെ തന്നെ നമ്മുടെ പോത്തന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ബ്രില്യന്റ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. അത് നല്ല രീതിയിൽ തന്നെ കുഞ്ചോക്കോ ബോബൻ ചെയ്തിട്ടുണ്ട്. മേ ബി ഈ വർഷത്തെ ഒരു അവാർഡെല്ലാം പ്രഖ്യാപിക്കുന്ന സമയത്ത് കുഞ്ചോക്കോ ബോബന് കിട്ടിക്കൂടായികയില്ല. ആ രീതിയിലാണ് നന്നായി ചെയ്തിട്ടുണ്ട്. ഈ ഒരേ സമയം ഈ പറഞ്ഞ സേതുവായിട്ടും അതുപോലെ തന്നെ ഇയാളുടെ ഒരു ഇളയപ്പനുണ്ട് മാർക്കോസ് എന്ന് പറയുന്നത്. ഈ പാട്ടിലും ടീച്ചറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാർക്കോസ് എന്ന് കേട്ടിട്ടില്ലേ? ഇതായിട്ട് ഒരു ഇളയപ്പൻ കഥാപാത്രമാണ്. ആ കഥാപാത്രമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. അത് ഭയങ്കരമാണ്. ക്ലൈമാക്സിലേക്കെല്ലാം വരുന്ന സമയത്തില്ലേ ചങ്ങായി തകർത്തിട്ടുണ്ട്. വല്ലാത്തൊരു അഭിനയം കേട്ടോ. നമുക്ക് ഒരേ സമയം തന്നെ ചിരിക്കണോ കരയണോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് കുഞ്ചോക്കോ ബോബൻ ചെയ്തു വെച്ചിട്ടുള്ളത്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇതൊന്ന് കണക്ട് ആയി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. പിന്നെ ഈ പടത്തിൽ ലാഗ് അധികമില്ല. രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ പടം ഫസ്റ്റ് ഹാഫ് കണക്ട് ആവാനായിട്ട് എണീറ്റ് പോകാം. മറ്റ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് മൊത്തം എൻജോയ് ചെയ്ത് കണ്ടതിന് ശേഷം സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഡാർക്ക്നെസ്, അതായത് ഡാർക്ക്നെസ് വെച്ചാൽ സിനിമയുടെ വീക്ക്നെസ് കൊണ്ടല്ല, നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ തന്നെ ഒരു നിസ്സഹായാവസ്ഥ കാണുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഈ സിസ്റ്റം നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതായത് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എത്ര പൈസ ശമ്പളം വാങ്ങണം, നമ്മൾ ആരുടെയൊക്കെ മുമ്പിൽ ഉത്തരം പറയണം, നമ്മൾ എന്തെല്ലാം പർച്ചേസ് ചെയ്യണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, എത്ര പൈസ ടാക്സ് അടയ്ക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഈ സിസ്റ്റം ഈ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് പലപ്പോഴും നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്കത് കുറച്ചെല്ലാം ബുദ്ധിമുട്ടായിരിക്കും അത് കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് രണ്ട്
പോൾസിലാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഉള്ളത്. ഈ അയാൾക്ക് അത് എഴുതുകയാണ് സിനിമ കണ്ടിട്ടില്ലേ, ഫസ്റ്റ് ഹാഫ് മൊത്തം സാഗർ കോട്ടപ്പുറത്തിന്റെ അഴിഞ്ഞാട്ടോ, സെക്കൻഡ് ഹാഫിൽ മൊത്തം ആ ക്യാരക്ടറിന്റെ സൈക്കോളജിയാണ് പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെയായി, അങ്ങനെ കുറെ കാര്യങ്ങൾ. രണ്ട് പാർട്ടും അടിപൊളിയാണ്, പക്ഷെ ഇതൊന്നും സിങ്ക് ആവുന്നില്ല. അതേ പ്രശ്നം തന്നെ ഈ പടത്തിനുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് രണ്ട് പോളിലാണ്, പക്ഷെ ഇതൊന്നും സിങ്ക് ആക്കി എടുക്കണം സിനിമ എൻജോയ് ചെയ്യണമെങ്കിൽ. അല്ലാതെ ഈ സ്പൂൺ ഫീഡിങ് പരിപാടിയൊന്നുമില്ല, പല കാര്യങ്ങളും വളരെ സബ്റ്റിലാണ്. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ് ചിദംബരമാണ്. ചിദംബരം ഇത്ര അടിപൊളിയായിട്ട് അഭിനയിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതായത് ഒരു അണ്ടർ പ്ലേ പോലെയാണ്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന്റെ ഒരു മനുഷ്യരൂപം എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കഥാപാത്രമാണ് ചിദംബരം. അതായത് ആദ്യത്തെ കാഴ്ചയിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാത്ത നിരുപദ്രവകാരിയായിട്ടൊരു കഥാപാത്രം. ഇയാൾ എങ്ങനെയാണ് ഇവരുടെ ഇടയിൽ കയറി പോകുന്നത്, പിന്നെ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥ മൊത്തം പറയേണ്ടി വരും. പക്ഷെ രസമാണ്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലും ഈ കനകം കാമിനി കലഹമില്ലേ, ഈ രതീഷിന്റെ തന്നെ മുമ്പത്തെ ഒരു പടം, ആ പടത്തിലെ പോലെ തന്നെ ഈ ഗുൽമോഹർ ഫുണ്ടകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഈ പടത്തിൽ ഊക്കി വിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹാവ് സം പ്രോബ്ലം വിത്ത് ദിസ് കൈൻഡ് ഓഫ് വാഗമരം ടീംസ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഏറ്റവും അനാവശ്യമായിട്ട് എനിക്ക് തോന്നിയൊരു കഥാപാത്രം നമ്മുടെ രാജേഷ് ഏട്ടന്റെ കഥാപാത്രം, രാജേഷ് മാധവന്റെ കഥാപാത്രമായിരുന്നു. ഒരു അൺവാണ്ടഡ് ക്യാരക്ടർ ആയിരുന്നു. ആ കഥാപാത്രം വന്നിട്ടില്ല എങ്കിലും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, പോത്തന്റെ പേരായിട്ട് വന്ന ആ ഒരു ചേച്ചി, നമ്മുടെ ആവേശത്തിലുള്ള ചേച്ചിയാണ് അഭിനയിച്ചിട്ടുള്ളത്. അത്യാവശ്യം നന്നായിരുന്നു, നല്ലൊരു പ്ലേ ആണ്. കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ജാഫർ ഇടുക്കി തകർത്തിട്ടുണ്ടോ. ജാഫർ ഇടുക്കിയുടെ കഥാപാത്രത്തിന്റെ പേരും ജാഫർ തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തില് പൊളിറ്റീഷ്യൻസിന്റെ റോൾ എങ്ങനെയാണെന്ന് ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടറിൽ കൂടി നല്ല രീതിയിൽ ഇയാൾ പറയുന്നുണ്ട്. അതായത് പൊളിറ്റീഷ്യൻസ് എത്രത്തോളം ഈ വിവരക്കേടുള്ള ആൾക്കാരാണെന്നോ, അല്ലെങ്കിൽ അവര് എത്രത്തോളം കഴിവില്ലാത്തവരാകുന്നോ അതിനനുസരിച്ച് ഈ സിസ്റ്റം മൊത്തം അത്രയ്ക്കും അതപ്പതിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. മെജോറിറ്റിയുടെ അഭിപ്രായം എന്താണോ അതിനനുസരിച്ച് കളിക്കുന്ന ചില പൊളിറ്റീഷ്യൻസ് ഇല്ലേ, അതിന്റെ ഒരു മനുഷ്യരൂപം പോലെയാണ് ജാഫർ ഇടുക്കിയുടെ കഥാപാത്രത്തിന് പോർട്രേ ചെയ്തിട്ടുള്ളത്. കിഡിലുമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ജാഫർ ഇടുക്കിയുടെ അതായിട്ടുള്ള ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില സൗണ്ട് മോഡുലേഷൻ, പിന്നെ അയാളുടെ ഒരു ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അയാളുടെ പ്രൊഫഷനും അയാളുടെ രൂപവും തമ്മിലില്ല എവിടെയും പൊരുത്തപ്പെടുന്നില്ല. കാണുമ്പോഴത്തേക്ക് ഒരു ഫ്രീക്കൻ ബംഗാളിയെ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇയാൾ ആക്ച്വലി ഒരു പൊളിറ്റീഷ്യന്റെ റോളാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. രസമായിട്ടുള്ള കഥാപാത്രമായിരുന്നു. കനകം കാമിനി കലഹത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ജാഫർ ഇടുക്കിയുടേത്. പക്ഷെ ആ പടം എല്ലാവർക്കും അത്ര അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടില്ല. ബട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. ആൻഡ് ഇതിലേക്ക് വരുന്ന സമയത്തും ഏതാണ്ട് അതേപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജാഫറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതും നന്നായിരുന്നു. പിന്നെ ഈ പടത്തിൽ കുറച്ച് പട്ടാളക്കാരും കുറച്ച് പോലീസുകാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതായത് കഥാപാത്രങ്ങളായിട്ട്. അതും വലിയ ബുദ്ധിമുട്ടാക്കാതെ ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചന്റെ പേരായിട്ട് വന്ന ആ ഒരു ആർട്ടിസ്റ്റ്, പേരറിയില്ല, ചെറിയ റോളായിരുന്നു, അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് ഈ ചാക്കോച്ചൻ ആൻഡ് നമ്മുടെ പോത്തന്റെ കഥാപാത്രം വളരെ ഈ കെണിയിലെല്ലാം പെട്ടുപോകുന്നൊരു രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ കഥാപാത്രങ്ങളുടെ സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇല്ലേ, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇവരുടെ ലൈഫിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ഇല്ലേ, ഇവരുടെ അച്ഛനെ കൊല്ലാൻ വേണ്ടി പോകുന്ന ഒരു ട്രിപ്പാണ്, ആ ട്രിപ്പായിരുന്നു എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. അപ്പൊ അവരുടെ സൈക്കോളജിയുടെ ഒരു ഭാഗം നോക്കുക, എത്ര വിയേർഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവര് ട്രാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ട്രാപ്ഡ് ബൈ ദർ നെയ്ബർ. അവരുടെ നെയ്ബർ ആണ് അവരുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് ചിന്തിക്കാനും ഇതൊക്കെ ആക്കാനുള്ള സിനിമയാണ്. ഒരിക്കലും ഒരു വിഷു എന്റർടൈനർ ആയിട്ടൊന്നും ഈ സിനിമയെ കാണാൻ വേണ്ടി പറ്റില്ല. അടിമുടി ദുരൂഹതയുള്ള ഒരു ദുരൂഹമായ പരീക്ഷണം എന്നോ അല്ലെങ്കിൽ പരീക്ഷണാത്മകമായിട്ടുള്ള ദുരൂഹത എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഡാർക്ക് പടമാണ്. പക്ഷെ സത്യറുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ഒരു ടിപ്പിക്കൽ രതീഷ് ബാലകൃഷ്ണൻ എക്സ്പെരിമെന്റ് വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമയിൽ തന്നെ പറയുന്നത് പോലെ നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. സോ ഇതാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ.